ഗുഡ് ഈവനിങ് സാർ. പാർവതിയുടെ സെക്ഷന്റെ ഷിഫ്റ്റ് കഴിഞ്ഞില്ലേ? അവർക്കൊന്ന് 1 മണിക്കൂർ ഓവർ ടൈം ഉണ്ടെന്നാ കർണാകർ സാർ പറഞ്ഞേ. വെറുതെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാൻ ഇയാൾ ഒരു കാലത്ത് നന്നാവില്ല. അല്ലെങ്കിൽ വേണ്ട, അയാളെ ചോദ്യം ചെയ്ത് ഡാഡിയുമായി വീണ്ടും പ്രശ്നം ഉണ്ടാക്കണ്ട. ആദ്യം ഈ ഗന്ധർവന്റെ പ്രശ്നം കൈകാര്യം ചെയ്യാം. ആ ശരി, അവരുടെ ഷിഫ്റ്റ് കഴിയുന്നവരെ ഞാൻ അകത്തുണ്ടാവും. ശരി സാർ. സാർ സാർ ആരെയായി കാത്തുനിൽക്കുന്നേ? പാർവതിയെ. പാർവതിയോ? ആ കുട്ടി 1/2 മണിക്കൂർ മുമ്പ് പോയല്ലോ. പോയോ? അതെ സാർ. അവൾ പോയെന്ന് ഉറപ്പാണോ? രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടാ പോയത്. ആരുടെ കൂടെ പോയത്? ആ കുട്ടി ഒറ്റയ്ക്കാണ് സാർ പോയത്. ശരി. പാർവതി ഇതെവിടെയാ പോയത്? താൻ എങ്ങനെയാ അകത്ത് കയറിയത്? ഇത്രയും കാലം കയറിയത് എങ്ങനെയാണോ അങ്ങനെ തന്നെ. താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ തന്നോട് കൈലാഷ് സാർ പറയുന്നത് കേട്ട് പുതിയ ഹോസ്റ്റലിലേക്ക് പോകാൻ പറഞ്ഞതല്ലേ? തന്റെ സാധനങ്ങളെല്ലാം ഞാൻ അവിടേക്ക് എത്തിച്ചു തന്നിനല്ലോ. താൻ ഇങ്ങോട്ട് വന്നത് കൈലാഷ് സാറിന് അറിയോ? അറിയില്ല. താൻ എന്തൊക്കെയാ പാറു ഈ ചെയ്യുന്നേ? ഞാൻ എന്താ ചെയ്യുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കും. അതിന് സമ്മതം അല്ലെങ്കിൽ പ്രിയൻചേട്ടൻ എന്നെ ഇവിടുന്ന് പുറത്താക്കിക്കോ. കൈലാഷ് സാറാ വിളിക്കുന്നത്. താൻ എവിടെയെന്ന് ചോദിക്കാനായിരിക്കും. ഇപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? അറിയില്ല എന്ന് പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ സാറിനെ കാണാൻ കമ്പനിയിലേക്ക് വന്നിരുന്നു. സാറ് ബിസി ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പാർവതി എവിടെയാ? പാറു. സത്യം പറയ പ്രിയൻ, പാർവതി എവിടെയാ? പാറു ഇവിടെ ഉണ്ട് സാർ. ഫോൺ പാർവതിക്ക് കൊടുക്ക. സാറിന് നിന്നോട് സംസാരിക്കണമെന്ന്. പ്രിയൻചേട്ടൻ ഒന്ന് പുറത്ത് നിൽക്കോ, എനിക്ക് സാറിനോട് തനിച്ച് സംസാരിക്കണം. ഹലോ സർ. ഞാൻ പാർവതിയോട് എന്താ പറഞ്ഞ? അതെ സർ. കാറിന്റെ അടുത്ത് കാത്തു നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞ? ഓ, അപ്പൊ പാറുവിനോടാണ് സംസാരം. പാർവതി പ്രിയന്റെ വീട്ടിൽ എന്താ ചെയ്യുന്ന? ഞാൻ പറഞ്ഞല്ലോ സർ, ദർശനോട് യാത്ര ചോദിക്കാതെ വരാൻ തോന്നിയില്ല. ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെ ഹോസ്റ്റലിലേക്ക് വരാം. സാറിനോട് പറഞ്ഞാ വിടില്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആരോടൊക്കെ യാത്ര ചോദിക്കണമെങ്കിൽ അയക്കോ, ഞാൻ 1/2 മണിക്കൂറിൽ അവിടെ എത്തും.